3:5. സഭാപുസ്തകം 3:5. കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. സഭാപ്രസംഗി 3:4. കരയാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. നൃത്തം ചെയ്യാൻ ഒരു അപ്പൊ കാലം. ചില കാലങ്ങള് ദൈവഹിത പ്രകാരമായിട്ട് വരും. അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യണം. അല്ല, അവർക്ക് വന്നില്ലല്ലോ കാലം, എനിക്ക് മാത്രം ഉടമ്പടി എടുത്ത് എനിക്ക് മാത്രമുള്ള ദുഃഖം, എനിക്ക് മാത്രമായ രോഗം എന്ന് പറഞ്ഞ് ദൈവത്തെ മുൾമുനെ നിർത്തരുത്. ഇത് കർത്താവ് എനിക്ക് നൽകുന്ന കൽപ്പന നൽകുന്ന കാലമാണ്. ഇത് ഞാൻ ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ കുരിശിന് ഞാൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റും. അങ്ങനെയാണ് കൃപയുടെ കോടീശ്വരനാകണത്. അങ്ങനെയാണ് നമ്മുടെ മൂല്യം വർദ്ധിക്കണത്. അതാണ് ദൈവ തിരുസേന സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കേണ്ട സ്ഥിതി. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കണവന് ലോകായിക രൂപയിൽ പോട്ടെ, അത് വിഷയമല്ല. ദൈവത്തിരുസനി സമ്പന്നനാകണമെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയിൽ സമ്പന്നനാകുക എന്നതിൻ്റെ അർത്ഥം. കാരണം ദൈവം വിലമതിക്കണത് എന്താണ്? കൃപയാണ്. മാതാവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് മാലാഖ സ്തുതി പറയാൻ കാര്യം എന്താണ്? കരുത്വമേനെ എന്ന് പറയാൻ കാര്യം എന്താ? കൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവം മൂല്യം കൊടുക്കണത് എന്താ? കൃപയാണ്. കൃപാസനത്തിൽ വരുമ്പോൾ, ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റ് സ്ഥാവര ജംഗ വസ്തുക്കളുടെ വീണ്ടെടുപ്പും വികസനത്തെക്കാൾ ഉപരി ദൈവവുമായിട്ടൊരു ബന്ധപ്പെടുത്തുകയും നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ഉണ്ടാക്കുകയും കുരിശിന് നിങ്ങളെ വിശ്വാസം കൊണ്ട്, കുരിശിന് നിങ്ങളെ പ്രത്യാശ കൊണ്ട്, കുരിശിന് നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റണം. അപ്പോൾ ആ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ മൂല്യമുള്ളവരായിട്ട് മാറും. അതാണ് 12:51. ദൈവതിരുസന്നിധി സമ്പന്നരാകുക. പ്രാർത്ഥിക്കത്താവേ, ഉടമ്പടിയിലൂടെ ദൈവതിരുസന്നിധിയിൽ സമ്പന്നരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾക്കറിയാം, ഓരോ ക്രൈസിസും നമ്മളെ സമ്പന്നരാക്കുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതാണ് ജോളി വിൻസെൻ്റ്, ക്ലാപ്പന, കൊല്ലത്ത് ക്ലാപ്പന എന്ന് ജോളി വിൻസെൻ്റ്. ഇപ്പം ജോളി വിൻസെൻറ്റും ഒരു സ്വപ്നം കണ്ട്, രണ്ടുപേരും രണ്ടിടത്ത് വെച്ച് ഒരേ സ്വപ്നം കണ്ട്. ഈ ദൈവത്തിൻ്റെ വഴികൾ കണ്ടില്ലേ? ദൈവത്തിൻ്റെ വഴികൾ ഭയങ്കര വിസ്മയാവഹമാണ്. എന്താ കാരണത്? ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം രണ്ടിടത്ത് വെച്ച് കണ്ടു. എന്താ കണ്ടത്? എന്താണ്? മകന് അപകടപ്പെടും. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് പറഞ്ഞില്ലേ? ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. വരാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 16:14. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ, അത് ഡാമേജ് അല്ലെങ്കിൽ, ഉടമ്പടി പ്രകാരമാണ് നിങ്ങളെല്ലാം ചെയ്യണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് എനിക്ക് ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് കളക്ഷൻ. അപ്പോൾ എൻ്റെ റെക്ടർ ക്ലോഡസിൻ്റെ മുറിയിലൊക്കെ ചെന്നിട്ട് പോസ്റ്റ്മാൻ വരുമ്പോൾ 2-3 പ്രദേശത്ത് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടാകും. ഇവരെല്ലാവരും കൂടി ആദ്യം ഓടി എത്തുന്നവർക്ക് ക്ലോഡച്ചൻ സ്റ്റാമ്പ് പറിച്ചു കൊടുക്കും. അച്ഛന് കൂടുതൽ സ്റ്റാമ്പ് വരുന്നത് കാനഡയിൽ നിന്നാണ്, മലേഷ്യയിൽ നിന്ന്. മലേഷ്യയിൽ ചിത്രശലഭത്തിൻ്റെ സ്റ്റാമ്പും, കാനഡയിൽ അവിടുത്തെ ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ചുവപ്പ് എരിയുടെ സ്റ്റാമ്പ് വരും. ഭയങ്കര രസമാണ്, ഭംഗിയാണ്. അപ്പോൾ ക്ലോഡച്ചെടുക്കുന്ന റെക്ടർച്ചെടുക്കുന്ന സ്റ്റാമ്പ് അടിച്ച് മാറ്റാൻ വേണ്ടി ഉള്ള ഓട്ടം ഈ പോസ്റ്റ്മാൻ വരുമ്പോൾ ചെയ്യണതാണ്.
ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം പോലെ തന്നെ എന്നിട്ട് ഈ പറിക്കണ സമയത്ത് സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആകും. അപ്പോൾ ഈ പറിക്കുമ്പോൾ ക്ലോഡച്ചൻ പ്രായമുള്ള അച്ഛനാണ്. പ്രായമുള്ള അച്ഛന് കാനഡയുടെ മലേഷ്യയുടെ സ്റ്റാമ്പ് പെട്ടെന്ന് അച്ഛനെ അതിൻ്റെ കത്തെടുക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഞങ്ങൾക്ക് സ്റ്റാമ്പ് തരണതിനേക്കാൾ ഉപരി അച്ഛനെ അതിനകത്തുള്ള കത്തെടുക്കണം. അതിനു വേണ്ടി പറിക്കുമ്പോൾ പേടി ചങ്കിടിച്ചുകൊണ്ട് നിൽക്കുക. എന്താണ് ഇതിൻ്റെ പല്ല് പറഞ്ഞു പോകുക, സ്റ്റാമ്പിൻ്റെ പല്ല് പറഞ്ഞാൽ ഡാമേജാണ്, പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ അത് ഇൻവാലിഡായി പോകും, മൂല്യമില്ല. അപ്പോൾ അതുകൊണ്ട് വാലിഡ് അത് പല്ല് എല്ലാം ഉള്ള സ്റ്റാമ്പാണെങ്കിൽ ക്രോഡച്ചനെ മുറിയുന്ന ഞങ്ങൾ ചാടിപ്പുറത്ത് വരും കൈ ഒടിച്ചുകൊണ്ട്. എന്താണ് ഡാമേജ് അല്ലാത്ത പുതിയൊരു വെറൈറ്റി സ്റ്റാമ്പ് കിട്ടി അതുകൊണ്ടൊന്ന് ആൽബത്തിൽ ഒട്ടിച്ചു വെക്കും. അപ്പോഴേ ഈ പല്ല് പോണത് സ്റ്റാമ്പ് ഡാമേജാണ്. ഉടമ്പടിക്കും ഇതുപോലെ സംഭവമുണ്ട്. ചില ഉടമ്പടി ഡാമേജ് ആയി പോവും, പല്ല് പോവും. നിങ്ങൾ ധൃതി കാണിച്ചും അല്ലെങ്കിൽ നിങ്ങളത് വേണ്ട രീതിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ദൈവസ്നേഹം വേണമല്ലേ ഇതിന്, പശുത്താൻ നിറവിലല്ലേ ഇത് ചെയ്യേണ്ടത്. നിരാശയിലും സങ്കടത്തോടെയും ചെയ്തു നോക്കാം. എല്ലാവർക്കും ചെയ്യേണ്ടല്ല. ചെറുക്കൊക്കെ ഈ ഷോർട്ടേജ് അടിക്കണ പോലെ അവർക്കെന്ത് കിട്ടിയെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വിളിച്ചു ചോദിക്കും, എടി നിൻ്റെ കാര്യം വല്ല നടന്നാ, നിൻ്റെ കാര്യം നടന്നാ. അവർക്ക് ഈ ലോട്ടറിക്ക് എടുക്കണ പോലെ ചില പെണ്ണുങ്ങളൊന്നും ഉടമ്പടി എടുത്തിട്ട് അവർക്കടിച്ചാൽ ഇവർക്കടിച്ചാന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. പരീക്ഷാഫലം പോലെ നീ ജയിച്ചാ, നിനക്കെല്ലാം മൊഡ്യൂളും കിട്ടിയ എന്ന് അങ്ങോട്ടും വിളിച്ചു ചോദിക്കണം. ദൈവത്തിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഉടമ്പടി ഫലങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞും വിളിച്ചും ചോദിച്ചും ഉടമ്പടി നിങ്ങൾ ഡാമേജ് ആക്കും. ഉടമ്പടി നിങ്ങളും ദൈവവും തമ്മിലുള്ള സ്വകാര്യ രഹസ്യമായൊരു ബന്ധമാണ്. അതിൻ്റെ അകത്തൊരു രഹസ്യാത്മകത ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ നോക്കിയിട്ട് നിങ്ങളുടെ ദൈവബന്ധത്തെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കേണ്ട വ്യക്തികൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് 10 പൈസ കിട്ടി, നാളെ നിങ്ങളെ സഹായിച്ച ഇന്നലെ നിങ്ങളെ സഹായിച്ച ആൾക്കാരായിരിക്കും. അപ്പം ഉടനെ നിങ്ങൾക്ക് പൈസ കിട്ടി കഴിയുമ്പോൾ വീട്ടിൽ ശമ്പളം കിട്ടിയിട്ട് അല്ലെങ്കിൽ മകൻ വരട്ടെ അപ്പം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 10,000 രൂപ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പൈസ കിട്ടി, മകൻ വന്ന് പൈസ കിട്ടി. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? ഇപ്പോൾ ഒരു സെൽഫോൺ മേടിക്കാം, ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാം, ആ കാശ് പിന്നെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ഡാമേജ് ആയിപ്പോയി. എന്താ കാര്യം? നിങ്ങൾ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? മകൻ വരട്ടെ, മകൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാശ് തരാം എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വസിച്ച് ആണ് നിങ്ങൾക്ക് ആ പൈസ വന്നത്. ഇപ്പം മകൻ വന്ന് നിങ്ങൾക്ക് കാശ് കിട്ടി. പക്ഷേ ഇപ്പം നിങ്ങളെന്താ പറയണത്? നല്ല സ്മാർട്ട് ഫോൺ മേടിക്കണം, ഇങ്ങനെ തൊട്ട ഓടണ പുതിയ ഫോണുണ്ട്, അത് വാങ്ങിച്ച്. അപ്പം നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ദൈവരാജ്യം എന്ന് പറയണത് ആദ്യം മറ്റുള്ളവരുടെ കാര്യമല്ലേ ചെയ്യേണ്ടത്. നമ്മൾ കടപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകത്തില്ല. അല്ലെങ്കിൽ സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആയ പോലെ നിങ്ങളുടെ ഉടമ്പടി ഡാമേജ് ആകും. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ചേരുവകളും ചെയ്വനകളും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ദൈവദൃശ്യം നീറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ്. ഡാമേജ് ആകാത്ത ഉടമ്പടി ഒരു ദേശീയ പാത പോലെയാണ്. ദൈവം ഏത് സമയത്തും വരും. ഇപ്പോൾ എന്താ പറയുക, ജോളിയുടെ പ്രശ്നം എന്താ? ജോളിയും വിൻസെൻറ്റും അപ്പോൾ അവർ സ്വപ്നം കണ്ട പോലെ തന്നെ മകനെ വണ്ടി ഇടിച്ചു പിറ്റേ ദിവസം. അപ്പോൾ ഭർത്താവ് ഭാര്യനെ വിളിച്ച് പറഞ്ഞില്ല. അവൾ വിളിച്ച് പറഞ്ഞാൽ ഭാര്യ വല്ലാത്ത കണ്ടീഷനായി പോകും. ഭർത്താവ് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. പോകുമ്പോൾ ഉടനെ ഭാര്യയെ ആരുടെ ഭാര്യ വിളിച്ച് മകന് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭാര്യ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് മകൻ വണ്ടി ഇടിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഒരു മകനേ ഉള്ളേ, ഒന്നിലൊരു മകനാണേ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം, നീ അടങ്ങാമെന്ന് പറഞ്ഞു. അടങ്ങാനൊന്നുമില്ല, നിങ്ങളെ വന്നിവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കാര്യം അവർ വയലൻ്റായി. ഉടനെ വയലൻ്റായി. ഉടനെ ഈ ഭർത്താവ് തിരിച്ചു വന്ന് വണ്ടിയിൽ ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്
കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അവരൊക്കെ പോവുകയും ചെയ്ത് റെസ്റ്റ് എടുക്കട്ടെ, ഗ്ലൂക്കോസ് കയറുന്നുണ്ട്, വെള്ളം കുടിച്ച് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഇവർ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ്, ഇവരുടെ ജോലിയുടെ ഉടമ്പടി ഡാമേജ് ആകാത്തതാണ്. അവർ കൃത്യമായിട്ട് ആ സംഭവം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാമേജ് ആകാത്ത ഉടമ്പടി ആയതുകൊണ്ട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈശോ പറഞ്ഞ് മകളെ അവന് നെറ്റിക്കും നോക്കിക്കിട്ട് ആ പുരുകത്തിൻ്റെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. ഉടനെ ജോളി മകൻ്റെ പുരുകത്തോട്ട് നോക്കി, അവൻ ഉറങ്ങിക്കിടക്കണ പോലെ കിടക്കുകയല്ലേ, നോക്കിയപ്പോഴുണ്ട് ഒരു നീലപ്പൊട്ട്. അപ്പോൾ ഇവർ നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പോൾ ഈ നെറ്റിയിൽ നീലപ്പൊട്ട് എന്താണെന്നുള്ള ഇവർക്ക് പെട്ടെന്ന് പിടികിട്ടി. ഇവരപ്പം തന്നെ ആശുപത്രിയിലേക്ക് ഓടി സർജനെ കണ്ടെത്തിയും പറഞ്ഞു, സാറേ ഒന്നുകൂടി വന്ന് നോക്കി, തിരിച്ചുണ്ടാവും, സ്കാൻ ചെയ്യണം, ഒരു നീലപ്പൊട്ട് കിടപ്പുണ്ട്, അത് ക്ലോട്ടിങ് ആണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പോയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ? ഭർത്താവ് അതിന് കുഴപ്പമില്ലെന്ന്, അവർ നേഴ്സ് സ്കിൽഫുള്ളായിട്ടുള്ള പേഴ്സൺ വരുമ്പോൾ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടല്ലേ, അവർ നേഴ്സായതുകൊണ്ട് ഹെഡ് നേഴ്സാൻ പറ്റുകയാണ് അവർ. അപ്പോൾ അവരൊക്കെ ഉടനെ തിരിച്ചു വന്ന് സ്കാൻ ചെയ്തപ്പോഴുണ്ട് ക്ലോട്ടാണെന്ന് അറിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് ആപ്പാടെ മാറി. ഡോക്ടർ എല്ലാവരും മാറ്റി, ഇവനെ ICUലോട്ട് മാറ്റി. പിന്നെ എന്താ പ്രശ്നം? ഇവനിനി ഛർദ്ദിക്കരുത്, 1, തലവേദന ഉണ്ടാവരുത്, 2, ഇപ്പം അങ്ങനെ കുറച്ച്, അതായത് ഛർദ്ദിക്കരുത്, തലവേദന ഉണ്ടാവരുത്. ഇപ്പം നിരീക്ഷണത്തിലായി ഇവൻ. അപ്പം നിരീക്ഷണത്തിലായെങ്കിലും ക്ലോട്ട് ഇത്തിരി സീരിയസ് ആണ്. അങ്ങനെ വന്നാൽ തലക്കും ഇഞ്ചറി ഉണ്ട്, അതാണ് വിഷയം. അപ്പോൾ തലക്ക് ഇഞ്ചറി ഉള്ള കാരണം ഛർദ്ദിക്കാനുള്ള സാധ്യത 100%. ഇവർ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങും. അപ്പോൾ 3 മണിയാൾക്ക് ഭർത്താവ് ഉറങ്ങുമ്പോൾ ഇവർക്ക് തോന്നുകയെ ആരെയും വിളിക്കത്തില്ല ഇവർ അതാണ് ഈ ഡാമേജ് ഇല്ലാത്ത ഉടമ്പടിക്കാരുടെ ഗുണം. അതാണ് ഇവർ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ആരെയും വിളിച്ചില്ല, എന്തിനാണ് വിളിക്കണത്? ഉടമ്പടി എടുക്കാത്തവരെ വിളിച്ചിട്ട് എന്ത് കാര്യമെന്ന്. സ്വന്തം അമ്മയും അപ്പനും ഒക്കെ ഉണ്ട്, നാത്തിനൊക്കെ ഉണ്ട്, അവരാരും ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ബന്ധമില്ലല്ലോ. അവർ ഒരു മനുഷ്യൻ്റെ ചിന്ത, അവരുടെ സ്വന്തം ചിന്തയാണ്. ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ഉടമ്പടി എടുത്ത ആൾക്കാരെ വിളിച്ചു. അത് എൻ്റെ മകൻ ഇങ്ങനെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വ്യത്യാസം കണ്ട, ആൾക്കാർ ഉടമ്പടിയെ കാണുന്ന രീതി കണ്ട. അവിടെ ബന്ധപ്പെട്ടവരുടെ ബന്ധമുള്ളവരെയും വിളിക്കണില്ല. അവരുടെ ബന്ധം എന്താണ്? ഈ സമയത്ത് അവർക്ക് വന്ന് മോങ്ങാനല്ല, കെട്ടിപ്പിടിച്ച് ചാകണ മുമ്പ് തന്നെ കുറേ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലേ മറ്റേ ഗ്രേസിനെ, ആ ജിൻസിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ 2 ഓറഞ്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അല്ലാതെ ഈ കർഷകർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇവരുടെ ജോലി പറയണത് ഞാൻ ബന്ധുക്കളൊന്നും വിളിച്ചില്ല. എന്താ കാര്യം? ഞാൻ ഉടമ്പടി എടുത്തവരെ അറിയിച്ചു. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് വന്നു. അതാ വിഷയം. ഞാൻ അകത്ത് കയറി നെഞ്ചിൽ പെരട്ടി ഞാൻ എന്നെ ഉടനെ നേഴ്സ് പുറത്താക്കി. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. കാര്യം വളരെ മോശം കണ്ടീഷനിലേക്കാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി എൻ്റെ ഉടമ്പടിക്ക് ആശ്രയം കൊണ്ടുപോയി അവൻ്റെ കഴുത്തേൽ കൊന്തലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവേ, ഞാൻ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ എൻ്റെ അവസ്ഥ ഇപ്പം അറിയാമല്ലോ. ഈ ഉടമ്പടിക്ക് ആശ്രയം ഇത് മാത്രമേ അവനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ ഇത് മാത്രമേ ഒരു ആധാരമുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ പറിച്ച് അവൻ്റെ നെഞ്ചിലുള്ള കിടക്കണ കൊന്തയെ കെട്ടാൻ പോകണം പറഞ്ഞ് ഇവിടെ അകത്ത് കയറിയപ്പോൾ ഒരു നേഴ്സ് വന്ന് തടഞ്ഞു. നിങ്ങൾ ഇതിനകത്ത് കയറാൻ അനുവാദമില്ല, ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കഴിയുമ്പോൾ ഈ ആളെ ഇവിടെ കസ്റ്റഡിയിലാണല്ല. അപ്പോൾ ഇയാളുടെ ബോഡിയെ തൊടാനോ അമ്മയാണെന്ന് ഒരു കാര്യമില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഇവൻ്റെ കഴുത്തിലെ കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് ആ നേഴ്സ് പറയുമ്പോൾ ഈ ചേച്ചി ഉള്ള സത്യം പറയും. നേഴ്സ് അങ്ങനെ ഊരരുത്, അത് മാത്രമേ ഇനിയുള്ളൊരു പിടിവള്ളിയുണ്ട്, അതുമേൽ ഉടമ്പടി ആശ്രയം കെട്ടാനാണ് ഞാൻ വന്നതെന്ന് ഇവർ പറയും. അപ്പോൾ അവർ പറയും അതൊന്നും നടക്കത്തില്ല. അവർ പോവും. അവർ പോയി കഴിയുമ്പോൾ വേറൊരു നേഴ്സ് വരും. എന്താ ചേച്ചി കരയണത്? എൻ്റെ മകനാണ്, അതിൻ്റെ കൊന്ത ഊരുമെന്നും പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ നേഴ്സ് പറയും സാരമില്ല, കൊന്ത ഉരണ്ട അവസ്ഥ വരികയാണെങ്കിൽ അവൻ സ്കാൻ ചെയ്യുമ്പോൾ കൊന്ത ഉരണ്ട് വരികയാണെങ്കിൽ ഞാൻ തന്നെ ഊരിയെടുത്തിട്ട് ഞാൻ തന്നെ ഇട്ടോളാം, നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കാൻ പറയും. അപ്പോൾ ഇവർ പറയും, അമ്മ പറയും ഈ കാശുരൂപം അവൻ്റെ കഴുത്തെ കെട്ടിക്കൊടുക്കാനാണ് ഞാൻ വന്ന് അകത്ത് കയറിയത്, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നേഴ്സ് പറഞ്ഞു അതിനെന്താ അവൻ കെട്ടിക്കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ ഈ നേഴ്സിൻ്റെ കഴുത്തിൽ ഉടമ്പടി കാശുരം കിടക്കും. അപ്പോഴിവർ കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും. അതായത് മാതാവ് മറ്റവരെ മാറ്റിയിട്ട് ഇവരെ പ്ലേസ് ചെയ്തിരിക്കണ്ട.
ഉടമ്പടി എടുത്തൊരു മോളെ തന്നെ ആ സെക്കൻഡ് അവിടെ സ്പേസ് ചെയ്ത്, ഇത് ടൈമിംഗ് എന്ന് പറയും. ഇതാ ടൈം മദർ എന്ന് പറയണം നമ്മൾ. മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ യഥാർത്ഥ ആളെ മാതാവ് പറഞ്ഞു വിട്ടിട്ട് അവർ ആ ഉടമ്പടിക്ക് ആശീർവാദം കെട്ടിവെച്ചും പുറത്തേക്ക് വന്ന ആ കൊന്തയ്ക്ക് ആശീർവാദം കെട്ടിയിട്ട് പുറത്തേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെളുപ്പിന് 3 മണിയായി. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങി. പിന്നെ ഇവർ ആശുപത്രി ജനലിംഗ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ, ഒന്നും പറയാനില്ല, എല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ആകാശത്തിങ്ങനെ വെള്ളമേഘങ്ങളിങ്ങനെ വന്ന് നിറഞ്ഞു. എന്നിട്ട് അവിടെ നീല മേലേക്ക് തെളിഞ്ഞു. അപ്പോഴ് അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കാവലായിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം. അതായത് ഇങ്ങനെ ഈ ജനലിൽ കൂടെയാണ് ഇത് കാണുന്നത്. ഈ സംഭവം കടൽത്തീരം മുഴുവൻ നിറഞ്ഞിട്ട് അവസാനം വെള്ളി മേഘങ്ങളിൽ ഇങ്ങനെ അമ്മയുടെ നീലമേലെങ്കിൽ തെളിയും. അപ്പോൾ ഇവർക്ക് ഉറപ്പാവും. കാര്യം ഇവർക്കല്ലേ ഈ കോഡ് ഭാഷ അറിയത്തുള്ളൂ. ഉടമ്പടി ഡാമേജ് ആകാത്തവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ കോഡ് ഭാഷ അറിയാം. അല്ലാതെ ദൈവം എന്ത് തലകുത്തി പറഞ്ഞാലും അറിയാൻ പറ്റത്തില്ല. കാര്യം ഫ്രോഡാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ആ കറക്റ്റ് ആൾക്കാർ, ആ വേവലെന്തുള്ള സത്യസന്ധമായ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സൂചനകൾ അറിയാൻ പറ്റും, പ്രസൻസ് അറിയാൻ പറ്റും. പിറ്റേ ദിവസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റെല്ലാം ഓക്കെയാണ്, ഛർദ്ദിച്ചിട്ടില്ല, തലവേദനയില്ല, ഓക്കെയാണ്, മകനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം അവരെ അറിവ് അനുഭവമായി, അനുഭവം ബോധ്യമായി, ബോധ്യം സാക്ഷ്യമാകും. സാക്ഷ്യം 2 തരമുണ്ട്. അറിവാണ് അനുഭവം ഉണ്ടാക്കുന്നത്. അനുഭവം മേജർ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, മൈനർ അനുഭവങ്ങളുണ്ട്. മേജർ അനുഭവങ്ങളിൽ നിന്ന് മേജർ ബോധ്യങ്ങളുണ്ടാകും. ബോധ്യങ്ങൾ എന്തുണ്ടാക്കും? സാക്ഷ്യം ഉണ്ടാക്കും. സാക്ഷ്യം 2 തരമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഏറ്റുപറച്ചിലുണ്ട്, സാക്ഷ്യമായി ജീവിക്കണമുണ്ട്. സാക്ഷ്യമായി ജീവിക്കണ 2 തരമുണ്ട്. വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. ഉടമ്പടി നിങ്ങൾ നയിച്ചുകൊണ്ട് പോണത് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ജീവിത സാക്ഷ്യങ്ങളിലേക്കാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, സാക്ഷ്യമായി ജീവിക്കുവാൻ ഉടമ്പടിയിലൂടെ എന്നെ വിളിച്ചതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. മരണം വരെ കൃപയിലെ എന്നെയും കുടുംബത്തെയും നിലനിർത്തണമേ. രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് വലത് കൈ ശിരസിൽ വെച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലത്തെ കരം, ആണിപ്പെടുതാറുന്ന അത്ഭുത കരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, ഈശോ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. എല്ലാ പേശികളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്യാൻസർ, സിസ്റ്റുകൾ, മുഴകൾ, ത്വക്ക് രോഗങ്ങൾ, ചൊറികൾ, ചിരങ്ങുകൾ, ചുണങ്ങൾ കർത്താവിൻ്റെ അകത്ത് കഴുകപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കളെ കൈകൾ കൂപ്പുക. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കർത്താവ് ജീവനോടെ ഇവിടെ സാന്നിധ്യം നൽകുന്ന വലിയ സ്വർഗീയ ശക്തിയുടെ നിമിഷങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കലങ്ങിയ കുടുംബങ്ങൾ, ഭിന്നിച്ച കുടുംബങ്ങൾ, വഴിപഴിച്ചു പോയ മക്കൾ, അന്യനാടുകളിലും വിദേശത്ത് നിന്ന് അകപ്പെട്ടു പോയവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക
സ്രോതസ്സുകൾ വറ്റിപ്പോയവർ, സാമ്പത്തികം അന്യാധീനപ്പെട്ടു പോയവർ, ആ മേഖലകളെല്ലാം സമർപ്പിക്കാൻ പോവുകയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ആഴ്ചയിൽ തന്നെ സമയബന്ധിതമായി 7 ദിവസത്തിനുള്ളിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ മക്കളുടെ ആവശ്യിക്കട്ടെ. ഈശോ 38 വർഷം ഏർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ ഇയാൾ താഴെ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാ ജീവിത തടസ്സങ്ങള്, തീരാ ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മുട്ടേദിക്കുക. അച്ഛൻ്റെ പ്രാർത്ഥന ഉൾപ്പെടാത്ത വിഷയങ്ങള്, നിങ്ങളുടെ സ്വകാര്യമായ സങ്കടങ്ങള് മൗനമായി ഈശോയ്ക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുക. അപൂർവമായൊരു സമയമാണിത്. ഇത്രയും നമ്മൾ വചനം കേട്ടതിന് ശേഷമാണ് ഇപ്പോഴും കർത്താവിൻ്റെ ദിവസം മുട്ടുകുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കണ്ണീരിടുന്നത്. ഇതിൻ്റെ മേൽ സാക്ഷ്യം പറയാവുന്ന നേരത്തെ നിങ്ങൾ ഈശോയോട് പറഞ്ഞുകൊള്ളുക. സാക്ഷ്യം പറയാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിന് ഒരു സമയം കൽപ്പിച്ച് നൽകുക. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അമ്മ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് മാറ്റത്തില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാം. സമയം നിങ്ങൾ നിശ്ചയിക്കുക. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, സമയത്തിൻ്റെ മാതാവേ, സഞ്ചാരി മാതാവേ, എല്ലാ മേഖലകളിലും മക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സമയബന്ധിതമായി നിറവേറാൻ ആവശ്യമായ ദൈവത്തിൻ്റെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ അപ്രതിരോധ്യമായ സ്വർഗീയ മാധ്യസ്ഥതയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ. ഈശോയെ സമയബന്ധിതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരുടെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. മൗനമായി സ്വന്തം സ്വകാര്യ സങ്കടങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നിങ്ങളുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സംശയിക്കാത്ത വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വചനത്തിൽ കേട്ടതുപോലെ പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഞങ്ങളുടെ നിലപാടുകളിലൂടെയും സമീപനങ്ങളിലൂടെയും ആത്മാവിൻ്റെ ഫലങ്ങൾ സമൃദ്ധമായി ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
പരിശുദ്ധ പരിശുദ്ധ